തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. ഇതാ നടേശന്റെ ഒരു ജാതകം. ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്ന് ചാടിക്കൊള്ളു. എന്റെ അമ്മ എവിടെ? വിഷമിക്കണ്ടടാ, അവൾ ഇനി എന്റെ കൂടെ പൊറുക്കാൻ പോകുന്നു. നിനക്ക് കാണണോ? അങ്ങനെ തത്ത പറയുന്ന പോലെ പറ. ഇപ്പൊ മനസ്സിലായോ? അവലിടിയൻ കർത്തയല്ല, ഈ അലക്സ് പോൾ. ഇതും കൂടെ ചെല്ലട്ടെ. എനിക്ക് മതിയായേ. അത് പറ്റില്ല. ഇനി ഒരുപാട് ഇടി കൊള്ളാനുള്ളതല്ലേ. ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ ബോഡിക്ക് ഇത് വളരെ നല്ലതാ. കൊലക്കേസിന്റെ ചുമതല തിരിച്ചു കിട്ടാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നിട്ട്. അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദാസപ്പൻ എന്റെ കൂടെ വരുമോ? ചാർജ് നഷ്ടപ്പെട്ട പോലീസ് ആയതുകൊണ്ട് ഇക്കാര്യത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നോക്കൂ. ഇത്ര സൗകര്യമായിട്ട് തല്ലാൻ നോക്കൂ. ഇവിടെ ആയത് എത്ര നന്നായി. 1 മൈൽ ചുറ്റളവിൽ ഒരു വീട് പോലും ഇല്ല. മൈക്ക് വെച്ച് നിലവിളിച്ചാലും ആരും കേൾക്കുകയില്ല. ഇത് കുടിയിടും. കുടിക്കാൻ ഇനി എല്ലാം പറ. എനിക്ക് ഒന്നും അറിയില്ല സാർ. അയ്യോ, ആരാ സാറിയന്മാരൊക്കെ? നമ്മുടെ അന്വേഷണം റൈറ്റ് ട്രാക്കിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ തെളിവാണിത്. നമ്മുടെ അന്വേഷണം എന്നുള്ള പ്രയോഗം വേണ്ട സർ. കൂടെ ഉണ്ടെന്നുള്ളതല്ലാതെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഹലോ സർ. ഹലോ. ഞാൻ പറയണ്ട, രൂപം കണ്ടാൽ അറിഞ്ഞൂടെ? മിനിസ്റ്റർ നടേശന്റെ ബ്രദർ ദിനേശൻ, ലണ്ടൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ. അതെ, ഈ കേസിന് ഗുണകരമായേക്കാവുന്ന ഒരു എവിഡൻസ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടി. അതും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തക്ക സമയത്താണ് മിസ്റ്റർ ദിനേശനെ ഞാൻ കണ്ടത് സർ. എന്താ സർ? ഈ അന്വേഷണത്തിന്റെ റൂട്ടിൽ മിസ്റ്റർ ദിനേശൻ എനിക്ക് ആവശ്യമുണ്ട്. കമാ.
ദാസപ്പ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ ആത്മാക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. അലഞ്ഞു തളർന്ന എന്റെ ആത്മാവിന് ഇന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്തം വേണം. എന്റെ പൊന്നി നടേശ് സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. അതെന്ത് ന്യായമാ ദാസപ്പ? എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്നവനല്ലേ നീ? സ്വന്തം ആളായി നിന്നെ കൂടെ കൊണ്ട് നടന്നവനല്ലേ ഞാൻ? ആ എന്നോട് വേണ്ട, നീ ഇനി ജീവിച്ചിരിക്കണ്ട, നമുക്കൊന്നിച്ചു പോകാം. എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ പൊന്നി സാറേ, എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ കിട്ടിയ വാർത്ത. മുൻ ആഭ്യന്തരമന്ത്രി നടേശന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ SME കോളേജ് വിദ്യാർത്ഥി രമേശ് പ്രസാദ് കുറ്റം സമ്മതിച്ചു. പ്രതിയെ ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. SME കോളേജിലെ വിദ്യാർത്ഥികളും SDCPയുടെ പ്രവർത്തകരും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. സ്റ്റേഷൻ പരിസരമാകെ സംഘർഷഭരിതമാണ്. അവളുമാരുടെ ഒരു ചാട ഇപ്പൊ എല്ലാം തീർന്നല്ലോ. വിട്ടു തരൂ, വിട്ടു തരൂ, അവനെ ഞങ്ങൾക്ക് വിട്ടു തരൂ, വിട്ടു തരൂ, വിട്ടു തരൂ, അവനെ ഞങ്ങൾക്ക് വിട്ടു തരൂ. പ്രിയമുള്ളവരെ, എല്ലാവരും ശാന്തത പാലിക്കുക, എല്ലാവരും ഡിസിപ്ലിനിങ് പാലിക്കുക. കണ്ട അനുസരണമുള്ള പ്രവർത്തകരെ കണ്ട. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. പ്രതിയെ ജനകീയ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു. സാറിന്റെ പാർട്ടിക്കാരായതുകൊണ്ട് അടിച്ചോടിച്ച് പ്രശ്നം വഷളാക്കണ്ടെന്ന് കരുതിയാ. അതേതായാലും നന്നായി. ഇത് ഞാൻ ഇപ്പൊ സോൾവ് ചെയ്ത് തരാം. വായി നോക്കിക്കഥ കോളാമ്പി എടുത്തോണ്ട് വാടോ. അതെ, എപ്പോഴാണ് പാർട്ടിക്കാരായിട്ട് പേസ് ടു പേച്ച് സംസാരിക്കേണ്ടി വരികയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഫുൾ സെറ്റപ്പില്ല. പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കസേരയിൽ ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നടേശൻ സാറിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. മരിച്ചിട്ടില്ല. അണികളുടെ മനസ്സിൽ നിന്ന് മരിച്ചിട്ടില്ലെന്ന്. നടേശൻ സാറിന്റെ കാതകനെ ഞങ്ങൾക്ക് വിട്ടു തരിക. ദയവ് ചെയ്ത് നിങ്ങൾ ബഹളം വെച്ച് കോംപ്രമൈസ് ചെയ്യരുത്. നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞിട്ടില്ല കോംപ്രമൈസിങ്. പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി തരാൻ അപേക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പ്രതിയൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും അക്ഷമരായിരിക്കുക.